PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. നോക്കൂ, 2020 ജനുവരി മാസം 30-ാം തീയതി എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസം 24 ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയി. ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ IMAയുടെ കണക്ക് പ്രകാരം, സർക്കാരിൻ്റെ കയ്യിൽ ആ കണക്കില്ല കേട്ടോ, കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത്, ഇന്ത്യയിൽ എത്ര പേരാണ് മരിച്ചത് എന്നതിൻ്റെ ഒരു കണക്കുണ്ട്. 196 ഡോക്ടർമാരാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ കണക്കുകളൊന്ന് പറയാം. ഈ ചർച്ചയ്ക്ക് മുൻപ് ആ കണക്ക് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടാണ്. 43 ഡോക്ടർമാരാണ് മരിച്ചത്. ഗുജറാത്തിൽ മരിച്ചത് 23 പേര്, മഹാരാഷ്ട്രയിൽ മരിച്ചത് 23 പേര്, ബീഹാറിൽ മരിച്ചത് 19 പേര്, വെസ്റ്റ് ബംഗാളിൽ മരിച്ചത് 16 പേര്, കർണാടകയിൽ മരിച്ചത് 15 പേര്, ഡൽഹിയിൽ മരിച്ചത് 12 പേര്, ഉത്തർപ്രദേശിൽ മരിച്ചത് 11 പേര്. ഡബിൾ ഡിജിറ്റിൽ ഡോക്ടർമാർ മരിച്ച സംസ്ഥാനങ്ങളാണ്. ഈ ലിസ്റ്റ് ഏറ്റവും എടുത്തു നോക്കിയാൽ ജമ്മു കാശ്മീരിൽ ഒരു ഡോക്ടർ മരിച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് ബാധിച്ചൊരു ഡോക്ടർ പോലും മരിക്കാഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് PPE കിറ്റ് അടക്കം അതിൻ്റെ അടിസ്ഥാനമായ സൗകര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കുന്നതിൽ അന്ന് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെയും നഴ്സുമാരും അടക്കമുള്ള ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റിയെ കോവിഡിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതും അവരുടെ സേവനം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയതും. ഇത് CAGക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും തോമസ് ഐസക് പറഞ്ഞൊരു ആർഗ്യുമെന്റിൽ ഇപ്പോഴും നിൽക്കുന്നു. CAG പറയേണ്ടത് കണക്കാണ്, രാഷ്ട്രീയമാകരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്.